അടുത്തത് 5 ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയകളാണ്. ഓക്കെ, ഏതൊക്കെ ഏരിയ എന്നാണ്? പക്ഷെ 4 ക്വസ്റ്റ്യൻ പേപ്പർ വന്നതിൽ 4 വന്നത്, 5 വന്നത്, 6 വന്നത്, 7 വന്നത്, 8 വന്നതൊക്കെ എന്ത് ചെയ്യാം, കൂടുതലും ഇനിയും ആവർത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ 4 ഘട്ട പരീക്ഷകൾ ഇപ്പോൾ കഴിഞ്ഞു. സാധാരണഗതിയിൽ പല ഘട്ടങ്ങളിലായി നടക്കുന്ന LDC പോലെയുള്ള പരീക്ഷകളിൽ ഒരു ആദ്യഘട്ട ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ തന്നെ നമുക്ക് ബാക്കി ഘട്ടങ്ങളിൽ എന്ത് ചോദ്യങ്ങൾ വരും എന്നുള്ള പ്രവചിക്കാൻ പറ്റുമായിരുന്നു. കാരണം ഏകദേശം ഇരട്ട കുട്ടികളൊക്കെ പോലെയുള്ള കുറേ സാദൃശ്യങ്ങൾ ഉണ്ടാവുമായിരുന്നു ഓരോ ചോദ്യ പേപ്പറുകളും തമ്മിൽ. ഇപ്പോൾ PSC എന്ത് ചെയ്തു, നന്നായിട്ടൊന്ന് മാറ്റിപ്പിടിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ തമ്മിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ നമുക്കത് വിചാരിച്ചിട്ടേക്കാൻ പറ്റുമോ? ഇല്ല, നമ്മുടെ പണി ഇതായി പോയില്ലേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങണം. അപ്പോൾ നന്നായിട്ട് സൂക്ഷ്മതലത്തിൽ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഇനിയുള്ള ഘട്ടക്കാർക്ക് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ട് മാറും. ഇനിയുള്ള നമ്മുടെ സ്വന്തം കോഴിക്കോടുകാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെയുള്ള ഏറ്റവും പ്രധാന സംഗതിയായിട്ട് ഇത് മാറും. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ 4 വിശകലനം ചെയ്ത സമയത്ത് കുറേ ഏരിയകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഉറപ്പായിട്ടും ആ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം ഏരിയ എന്നുള്ള ചോദ്യങ്ങൾക്ക് അടുത്ത ഘട്ടത്തിൽ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളുടെ നിങ്ങളുടെ ഒരു റിവിഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് ഏതൊക്കെ ഏരിയകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. നോക്കിയാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഏരിയകളാണ് ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ 8 ചോദ്യങ്ങൾ കണ്ടോ. ഏതാ ഏരിയ? കേന്ദ്ര സർക്കാർ പദ്ധതികൾ. നിങ്ങളുടെ സിലബസിലേ അങ്ങനെ ഒരു സാധനം ഇല്ല, പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. പക്ഷെ എന്താണ്, കേരള ഭരണ സംവിധാനമല്ലേ, കേരള ഭരണ സംവിധാനത്തിൽ കേരള സർക്കാരിൻ്റെ പദ്ധതികൾ കൂടാതെ എന്ത് ചോദിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ പദ്ധതികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കേരള ഭരണ സംവിധാനത്തിൽ വരുന്നു, പിന്നെ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് വരുന്നു, പിന്നെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തും വരുന്നു. അങ്ങനെ 8 ചോദ്യങ്ങൾ. അതിൽ പ്രത്യേകിച്ച് വന്നിരിക്കുന്നത് കേരള ഭരണ സംവിധാനത്തിൽ 4 ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിൽ 4 ചോദ്യം, പിന്നെ ഒരു കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ വേറെ ചില ഏരിയകളിലൊക്കെ ആയിട്ട് ഒരു ചോദ്യം വേറെയും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 9ഓളം ചോദ്യങ്ങൾ ഞാൻ ഈ സബ്ജക്ട് വൈസ് എന്നുള്ള രീതിയിൽ 6 എടുത്തതാണ്. ഇവിടെയാണ് ഇതിന് ഏറ്റവും സാധ്യത. ഓക്കെ, അപ്പോൾ 8 ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട്, അതായത് ഒരു ആനുകാലിക പ്രസക്തിയോടുകൂടി ഇത്തരം സ്കീംസിന് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. ഇത് കൂടാതെ കേരള സർക്കാർ പദ്ധതികൾ 4 ചോദ്യം അതും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, കേരള സർക്കാർ കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ നിന്ന് മാത്രമായിട്ട് 12ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, വെറും 4 ചോദ്യ പേപ്പർ. അപ്പോൾ നോക്കിക്കേ, മനസ്സിലായില്ലേ കാര്യം? യെസ്, അപ്പോൾ നന്നായിട്ട് നോക്കി വെക്കുക കേട്ടോ. യെസ്, ദെൻ അടുത്ത് നോക്കിയേ, പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നുള്ള ഒരു ഏരിയ ഉണ്ട് നിങ്ങൾക്ക് ബയോളജിയിൽ, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നുള്ള ഒരു ഏരിയയിൽ. അവിടെ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറിനായിട്ട് 7 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, പ്രത്യേകിച്ചും 5 ചോദ്യങ്ങളും 2 കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും അടക്കം അങ്ങനെ 7 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വരുന്ന എന്താണ്, ഈ സംരക്ഷിത പ്രദേശങ്ങൾ, അതായത് വനം, വന്യജീവി, അങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംരക്ഷിത പ്രദേശങ്ങളുണ്ടല്ലോ, ദേശീയ പാർക്കുകൾ, അതേപോലെ വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. അതിൽ പ്രത്യേകിച്ചും 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ, വൈവിധ്യം നിലനിൽപ്പിന് എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. അവിടുന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ച്, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്, പിന്നെ റേച്ചൽ കേഴ്സൺ സ്ഥിരം ചോദ്യമല്ലേ DDTയുടെ ആ ഒരു കൃതി സൈലന്റ് സ്പ്രിങ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകൾ, പിന്നെ പരിസ്ഥിതി ദിനാചരണം, ഇവിടെ നോക്കിയാണ് കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഏരിയകൾ നന്നായിട്ട് ഒന്ന് നോക്കി വെക്കുക. 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകൂടെ നന്നായിട്ട് നോക്കി വെക്കുക. ഓക്കെ, ഇനി 6 ചോദ്യങ്ങൾ വന്നിട്ടുള്ള കുറേ ഏരിയകൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ 4 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം 4 ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, എല്ലാ ഘട്ടത്തിലും ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏകദേശം. അപ്പോൾ അത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ചോദ്യങ്ങൾ വന്നതിൻ്റെ സ്ഥിതി എന്താ, ഉറപ്പല്ലേ നമുക്ക് അടുത്ത ഘട്ടത്തിൽ ആവർത്തിക്കുന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ സൂക്ഷ്മമായി നോക്കിയിട്ട് നിങ്ങൾ ഇനി അടുത്ത ഘട്ടത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളെ തേടി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറേ മാർക്കുകൾ വരും. നന്നായിട്ട് ഈ ഏരിയകളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് പോകട്ടോ. അപ്പോൾ നോക്കിയേ, 6 ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയകളാണ്. ഒന്നാമത്തത് ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ. നിങ്ങൾക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ 3 വിഭാഗങ്ങളുണ്ട് അല്ലേ. നിയമനിർമ്മാണ വിഭാഗമുണ്ട്, കാര്യനിർവഹണ വിഭാഗമുണ്ട്, നീതിന്യായ വിഭാഗമുണ്ട്. ഇതിൽ കൂടുതലും ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് രാജ്യസഭ, ഉപരാഷ്ട്രപതി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലും ചോദ്യങ്ങൾ വന്നത്. അതായത് കണ്ടോ, ഇവിടെ മൊത്തം വന്ന ചോദ്യങ്ങളിൽ നിന്ന് ഈ 3 വിഭാഗങ്ങളിൽ വന്ന ചോദ്യങ്ങൾ 4 ചോദ്യം, അതായത് മൊത്തം 6 ചോദ്യം വന്നതിൽ 4 ചോദ്യം എവിടെ നിന്ന് തന്നെയാണ്, രാജ്യസഭ, ഉപരാഷ്ട്രപതി, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവിടെ നന്നായിട്ട് പഠിക്കുക. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പോയിൻസുകൾ
ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളും പിന്നെ ഹയർ സെക്കൻഡറിയിൽ +1 പൊളിറ്റിക്കൽ സയൻസിലുള്ള 3 ചാപ്റ്ററുകളുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2, 3, 4 ചാപ്റ്ററാണ്, അല്ലെങ്കിൽ 3, 4, 5. എന്തായാലും സംഭവം ഇതാണ്. എന്താണ് ഈ 3 വിഭാഗങ്ങളുടെ പേരിൽ തന്നെയുള്ള ചാപ്റ്റർ. കാര്യനിർവഹണ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം, നീതിന്യായ വിഭാഗം, അങ്ങനെ ഓരോ ഏരിയയും ഒരു അതായത് ചാപ്റ്ററിൻ്റെ പേര് തന്നെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ 3 ചാപ്റ്ററും ഈ ഒരു ചാപ്റ്റർ നോക്കിയാൽ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അടുത്ത് നോക്കിയേ, വിവരാവകാശ നിയമം, വിവരാവകാശ കമ്മീഷൻ. അവിടെ എത്ര ചോദ്യങ്ങൾ വന്നു? 6 ചോദ്യങ്ങൾ വന്നു. 4 ക്വസ്റ്റ്യൻ പേപ്പറാണ്, 6 ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, നന്നായിട്ട് പഠിച്ചു പോവുക. ദെൻ പോക്സോ, ഇതേപോലെ തന്നെ 6 ചോദ്യങ്ങൾ വന്നു. 5 ചോദ്യം അവിടെ സുപ്രധാന നിയമങ്ങളായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആ ഒരു ഏരിയയിൽ തന്നെ കൊടുത്തു. 1 ചോദ്യം കേരള ഭരണ സംവിധാനത്തിൽ അവിടെ സ്ത്രീകളെയും കുട്ടികളുടെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടല്ലോ, അവിടെ പോക്സോ ചോദിച്ചു. അങ്ങനെ 6 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ സോഫ്റ്റ്വെയർ, അതായത് അവിടെ മൊഡ്യൂളിൽ രണ്ടാമത്തെ മൊഡ്യൂള് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് കൊടുത്തൊരു മൊഡ്യൂളുണ്ട്. ആ മൊഡ്യൂളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. 6 ചോദ്യങ്ങൾ വന്നു. കമ്പ്യൂട്ടറിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഈ രണ്ടാമത്തെ മൊഡ്യൂളാണ്, സോഫ്റ്റ്വെയർ എന്നുള്ള ആ മൊഡ്യൂൾ. ദെൻ പ്രധാന കൃതികളും എഴുത്തുകാരും. കല, കായികം, സാഹിത്യം, സംസ്കാരം. അവസാനത്തെ 2 ഘട്ട പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും ബുദ്ധിമുട്ടി ചേരുകയാണ്. അപ്പോൾ ഇവിടെ കല, കായികം, സാഹിത്യം, സംസ്കാരം ഈ ഏരിയകളിൽ മൊത്തത്തിൽ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് 28 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ 14 ചോദ്യവും കിടക്കുന്നത് സാഹിത്യ മേഖലയിലാണ്. അതായത് മൊത്തം ആ ഏരിയയിൽ നിന്ന് വരുന്നതിൽ പകുതിയും സാഹിത്യ മേഖല. 4 മേഖലകളുണ്ട്: കല, സാംസ്കാരികം, സാഹിത്യം, കായികം, അല്ലേ? ഇതിൽ എന്താണ് ഈ ഒരു മേഖലയിൽ നിന്ന് 14 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള 6 ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് കൃതികളും എഴുത്തുകാരുമായി ബന്ധപ്പെട്ട. പക്ഷേ എന്താണ് ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണോ? അല്ല, വളരെ നീണ്ടു കിടക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യുക, കഴിഞ്ഞ ഘട്ടങ്ങളിൽ വന്ന എസ് കെ പൊറ്റക്കാട്, അല്ലേ? എസ് കെ പൊറ്റക്കാട് എന്തായാലും വരാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ഘട്ടത്തിലും നോക്കി വെച്ചോ, ചിലപ്പോൾ വന്നേക്കാം. കാരണം 2 സാധ്യത. കാരണം ജ്ഞാനപീഠത്തിൻ്റെ ഒരു പ്രത്യേകം ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടില്ലേ, ജ്ഞാനപീഠം ജേതാക്കളും കൃതികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ രീതിയിലും വരാം. അപ്പോൾ അത് പ്രത്യേകം നോക്കി വെക്കുക, നല്ല പ്രാധാന്യമുള്ള ഏരിയയാണ്. അടുത്തത് 5 ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയകളാണ്. ഓക്കെ, ഏതൊക്കെ ഏരിയ എന്നാണ്? മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ, അവിടെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് മുഴുവൻ ചോദ്യങ്ങൾ വന്നത്. ഈ 5 ചോദ്യങ്ങൾ വന്നത് എന്താണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്. സംസ്ഥാനം അല്ല ചോദിച്ചത്, ദേശീയമാണ്. എന്ന് വെച്ചാൽ അത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല, പക്ഷെ നിങ്ങളുടെ പരീക്ഷയിൽ അതിനാണ് സാധ്യത കൂടുതൽ. അപ്പം മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയം, സംസ്ഥാനം. ദെൻ ഗാർഹികാതിക്രമണ സംരക്ഷണ നിയമം, അല്ലേ? ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, DV ആക്ട്. ഓക്കെ, യെസ്, ആ ഒരു ഏരിയയിൽ നിന്നും എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്? 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് 5 ചോദ്യങ്ങൾ വന്നു. അവിടെ സോഫ്റ്റ്വെയർ കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കമ്പ്യൂട്ടറിൽ ഏതാണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളാണ്. നോക്കി വെക്കുക, നന്നായിട്ട് നോക്കുക. പിന്നെ നീതി ആയോഗ് 5 ക്വസ്റ്റ്യൻസ്, 4 ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലേ? എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട്. ഒരു ജില്ലയിൽ 2 തവണ, ഒരു ഘട്ടത്തിൽ 2 തവണയും വന്നു. അങ്ങനെ 5 ചോദ്യങ്ങൾ നീതി ആയോഗ് വന്നിട്ടുണ്ട്. ദെൻ ISRO പദ്ധതികൾ. ISROയുടെ പദ്ധതികൾ കറണ്ട് അഫേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പ്രത്യേകിച്ചും ചന്ദ്രയാൻ, ആദിത്യ L1 ഇതൊക്കെയാണ് ഇതുവരെ കൂടുതലും ചോദിച്ചത്. അപ്പോൾ ഇതിൽ തന്നെ ഇതിൻ്റെ റോവറും, അല്ലേ, ആ രീതിയിലൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതേപോലെ ആദിത്യ L1 ഇതെന്തായാലും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിലുള്ള എല്ലാ പോയിൻറ്റ്സുകളും പഠിച്ചു വെക്കുക. അതോടൊപ്പം നിങ്ങൾ ബഹിരാകാശ പദ്ധതികളെല്ലാം കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഒരു ആനുകാലിക രീതിയിൽ അത് പഠിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. ദെൻ 4 ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയകൾ, അതായത് 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഏരിയകൾ എന്ന് പറയാം. ദെൻ വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷനാണ് ഇവിടെയും ചോദിച്ചിട്ട്. ഓക്കെ, നേരത്തെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പഠിച്ചില്ലേ, അവിടെയും ദേശീയമാണ് ചോദിച്ചത്, ഇവിടെയും അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര സംഘടനകൾ, നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ ലോക ചരിത്രത്തിൽ അവസാനം കൊടുത്തിരിക്കുന്ന ആ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അന്താരാഷ്ട്ര സംഘടനകൾ, അങ്ങനെ ഇറങ്ങി ഇഷ്ടം പോലെ പഠിക്കാനുള്ള ഏരിയയാണ്. പക്ഷെ അവിടെ ചോദ്യം കൂടുതലും 2 ഘട്ടത്തിൽ UNO, 2 ഘട്ടത്തിൽ NATO. മിക്കവാറും ഇതിലേതെങ്കിലും തന്നെയാവും നിങ്ങളുടെ ഘട്ടങ്ങളിൽ ഉണ്ടാവുക. ഒന്ന് നോക്കി വെച്ചോളുക. ഓക്കെ, ദെൻ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇന്ത്യ ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം, ചരിത്രത്തിൽ ഇപ്പം ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിൽ എന്താ സംഭവിച്ചത്? അവിടെ വന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും 6 വീതം ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 24ഓളം ചോദ്യങ്ങൾ ഓരോ ഘട്ടത്തിലുണ്ട്. ചില കറണ്ട് അഫേഴ്സൊക്കെ 1-2 ചില ഘട്ടങ്ങളിൽ അധികം ഉണ്ട്. അപ്പം അങ്ങനെ ഏകദേശം ഒരു 24ഓളം ചോദ്യങ്ങൾ ഓരോ ഘട്ടത്തിലുണ്ട്. ചരിത്രമുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്. ഇതിൽ വളരെ ചെറിയ, അതായത് 4 ഘട്ടത്തിൽ ഓരോ ചോദ്യങ്ങൾ വീതമൊക്കെയാണ് എന്ത് വരുന്നുള്ളൂ? കേരള ചരിത്രം വരുന്നുള്ളൂ.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കേരള ചരിത്രത്തിന് ഇനി അധികം സമയം പാഴാക്കുന്നതിൽ എന്തില്ല, അർത്ഥമില്ല. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, ദേശീയ പ്രസ്ഥാനവും നവോത്ഥാനവും മാത്രം നോക്കുക. നവോത്ഥാന സംഘടനകൾ, സ്ഥാപകർ, അങ്ങനെയുള്ള ഏറ്റവും പ്രധാന വിവരങ്ങൾ, ദെൻ ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള മുന്നേറ്റങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള മുന്നേറ്റങ്ങൾ, ഇവിടെ നിന്ന് ആ ചോദ്യം നിങ്ങൾക്ക് കിട്ടിക്കോളും. ആ വരുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അത് ഇവിടുന്ന് കിട്ടിക്കോളും. ഇല്ലെങ്കിൽ പോട്ടേന്ന് വെച്ചോളുക. കാരണം ഇനി അതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് പഠിക്കാൻ നിങ്ങൾ പോകണ്ട, സമയമില്ല. ഈ ഒരു സമയത്തിനുള്ളിൽ മാത്രം നോക്കുന്ന ആളുകൾ ഇതെങ്കിലും എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ആ ഒരു മാർക്കിനെ അവിടെ നിന്ന് വരുന്നുള്ളൂ. ദെൻ അതേപോലെയാണ് ഭൂമിശാസ്ത്രത്തിലെ കാര്യം. അവിടെയും ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിനും പൊതുഭൂമിശാസ്ത്രത്തിനാണ് പ്രാധാന്യം. അവിടെ കേരള ഭൂമിശാസ്ത്രം പാടെ അവഗണിക്കപ്പെട്ടാണ്. ഓരോ ചോദ്യങ്ങൾ വീതമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലും കൂടുതലും ചോദ്യങ്ങൾ വരുന്നത്, ഇപ്പോൾ ചരിത്രത്തിൽ ലോക ചരിത്രത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ദെൻ ഭൂമിശാസ്ത്രത്തിലെ പൊതുഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഏരിയകൾ നോക്കിയിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക, റിവിഷൻ ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ അടുത്തത് സ്വാതന്ത്ര്യ സമര ചരിത്രം. ഇവിടെ ഇന്ത്യൻ ചരിത്രത്തിൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് കൂടുതൽ ഇവിടെ നിന്ന് തന്നെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പഠിക്കാനില്ലേ. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഗണനയെക്കുറിച്ചുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ, സമരങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ഗാന്ധിജിയുടെ പ്രധാന സമരങ്ങൾ, ഗാന്ധിജി ഉൾപ്പെട്ടിട്ടുള്ള സമരങ്ങൾ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ, പിന്നെയുള്ള പ്രധാന സംഘടനകൾ, സ്ഥാപകരൊക്കെ, സ്വരാജ് പാർട്ടി പോലെയുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളതും ഇനി വരാൻ സാധ്യതയുള്ളതും. അപ്പോൾ അവിടെ ആ ഒരു രീതിയിൽ മാത്രം നോക്കുക. മൗണ്ട് ബാറ്റൺ പ്ലാൻ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഒന്ന് കാലഗണന മനസ്സിലാക്കി വെച്ചോ. ഉറപ്പായിട്ടും കാലഗണന രീതിയിലായിരിക്കും അവിടെ ചോദ്യം വരാനുള്ള സാധ്യത. ദെൻ കേരള സർക്കാർ പദ്ധതികൾ, ഞാൻ നേരത്തെ പറഞ്ഞു കേന്ദ്ര സർക്കാർ പദ്ധതികൾ 8 ചോദ്യം ചോദിച്ചു, കേരള സർക്കാർ പദ്ധതികൾ 4 ചോദ്യം ചോദിച്ചു. ദെൻ ഹരിത വിപ്ലവം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എക്കണോമിക്സിൽ എല്ലാ ഘട്ടത്തിലും ചോദ്യങ്ങൾ വന്നിട്ടുള്ള, നിങ്ങളുടെ ഘട്ടത്തിലും ചോദ്യം വരാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ. ഓക്കെ, ദെൻ പഞ്ചവത്സര പദ്ധതികളും ഇതേപോലെ തന്നെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളും. ഇത് മൂന്നും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് നന്നായിട്ട് നോക്കി വെക്കുക. പഞ്ചവത്സര പദ്ധതികൾ, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ. ദെൻ ഭരണഘടനയിലെ അവകാശങ്ങളും കർത്തവ്യങ്ങളും. നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ള ടോപ്പിക് എന്താ? മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. അതാണ് പഠിക്കാനുള്ള ടോപ്പിക്ക്. പക്ഷെ അവിടെ മൗലികാവകാശങ്ങളിൽ പെടാത്ത രീതിയിലുള്ള അവകാശങ്ങളെക്കുറിച്ച് പരീക്ഷയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ, മറ്റ് അവകാശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നു. രാഷ്ട്രീയ അവകാശങ്ങൾ, സാർവത്രിക വോട്ടവകാശം, ദേശീയ ലീഗൽ സർവീസ് ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത്? മറ്റ് അവകാശങ്ങളെക്കുറിച്ചും നിയമാവകാശത്തെക്കുറിച്ചും രാഷ്ട്രീയ അവകാശങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. രാഷ്ട്രത്തെക്കുറിച്ച് ചോദ്യം വന്നു അല്ലേ? ആ ഒരു ചാപ്റ്ററിൽ രാഷ്ട്രത്തിൻ്റെ നിർവചനവും കാര്യങ്ങളൊക്കെ ഇതിൽ പെടുന്നതും പെടാത്തതൊക്കെയുള്ള രീതിയിൽ ചോദ്യം വന്നില്ലേ? യെസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് നോക്കുക. ഇവിടെ മൗലികാവകാശവും മൗലിക കർത്തവ്യവും ആകെ ഒരു പ്രാവശ്യം ചോദ്യം വന്നിട്ടുള്ളൂ. പക്ഷേ മറ്റ് ചോദ്യങ്ങളാണ് ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത്. അത് ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ ഞാൻ നിങ്ങൾക്ക് ബ്ലൂ പ്രിൻ്റ് ഒക്കെ തരുന്ന സമയത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞാണ്, ആ ഒരു വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ആദ്യ റാങ്കിലേക്ക് കടക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഏരിയകൾ, ചാപ്റ്ററുകളൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾക്ക് സിലബസിൽ കൊടുത്തിട്ടില്ലാത്തത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ഏറ്റവും സാധ്യതയുള്ള സാധനമാണ് എന്ത്? ഈ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട് ഓരോ പ്രത്യേക നമ്മുടെ കടം കൊണ്ടിട്ടുള്ള പ്രത്യേകതകൾ, നമ്മൾ മറ്റു ഭരണഘടനകളിൽ നിന്ന് കൈക്കൊണ്ടിട്ടുള്ള പ്രധാന സംഗതികൾ, അത് ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ 2-3 തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും നോക്കിയിരിക്കാൻ പറ. തിരഞ്ഞെടുപ്പ് അല്ലേ? തിരഞ്ഞെടുപ്പ്, ജനാധിപത്യവും എന്നുള്ള ആ ഒരു ചാപ്റ്റർ നോക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അങ്ങനെ ഔട്ട് ഓഫ് സിലബസ് എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ ഇവിടെ. ഓക്കെ, ദെൻ 3 ചോദ്യങ്ങൾ ഇത്രയും കൂടിയേ പറയുന്നുള്ളൂ. 2-1 വിട്ടേക്ക്. അതിനി നമുക്ക് പറയാൻ പറ്റില്ല, എന്താണ് ആവർത്തിക്കണമെന്നില്ല. കാരണം 4 ക്വസ്റ്റ്യൻ പേപ്പർ വന്നതിൽ 1 പ്രാവശ്യം വന്നത്, 2 പ്രാവശ്യം വന്നത് അതിന് പ്രാധാന്യമില്ല. പക്ഷേ 4 ക്വസ്റ്റ്യൻ പേപ്പർ വന്നതിൽ 4 വന്നത്, 5 വന്നത്, 6 വന്നത്, 7 വന്നത്, 8 വന്നതൊക്കെ എന്ത് ചെയ്യാം, കൂടുതലും ഇനിയും ആവർത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് നോക്കുക. ഇതുകൂടെ ഒന്ന് ലാസ്റ്റ് സമയമുണ്ടെങ്കിൽ നോക്കുക. ഓക്കെ, 3 ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയകൾ. ഭരണഘടനാ നിർമ്മാണ സഭ, ബാക്കിയുള്ളതൊന്നും നോക്കണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്, എല്ലാം നിങ്ങൾ പഠിച്ചായിരിക്കുമല്ലോ. ഈ ഫൈനൽ റിവിഷൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഒന്നും പഠിക്കാത്തവനും ഇതൊക്കെ വെച്ചിട്ട് കുറേ മാർക്കുകൾ നേടാൻ പറ്റും. ഇനി അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന റാങ്ക് കിട്ടിയില്ലെങ്കിലും ലിസ്റ്റിലെങ്കിലും വരാൻ സാധിക്കും. ഇനി ലിസ്റ്റിലൊക്കെ വരാൻ സാധ്യതയുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരം ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കൂടി അങ്ങ് ആദ്യ റാങ്കുകളിലേക്ക് പോകാനും പറ്റും. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഈ ഒരു പരീക്ഷ എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് കൂടും. ഞാൻ ഈ ഒരു ടൈം കൊണ്ട് തന്നെ ഇത്രയും മാർക്ക് നേടിയെടുത്തല്ലോ എന്നുള്ളൊരു ആവേശം നിങ്ങൾക്ക് വരും. ഇനിയുള്ള പരീക്ഷയ്ക്കെങ്കിലും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 3 ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയകൾ നോക്കാം.
ഒന്ന് ഭരണഘടനാ നിർമ്മാണ സഭ, അവിടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ, അത് ഏത് രാജ്യങ്ങളിൽ നിന്ന് 3 പ്രാവശ്യം ചോദ്യം വന്നു. സിലബസിൽ അങ്ങനെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ 3 ചോദ്യങ്ങൾ വന്നു. ദെൻ ഈ സിലബസിൽ ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങളൊക്കെ വേണം സിലബസിലാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് പറ്റും. പക്ഷേ PSC എഴുതി വെച്ച സിലബസിൽ പ്രത്യേകം അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പല ഏരിയകളും അങ്ങനെ ചോദിച്ചു. ഇപ്പോൾ തന്നെ ഭരണഘടനയിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഏരിയകൾ എന്താണ്? ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട ആമുഖം, പൗരത്വം, ഭരണഘടനാ നിർമ്മാണ സഭ, ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ അവിടെ സാധാ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചു അല്ലേ? രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൽ എന്താണ് രാഷ്ട്രത്തിൻ്റെ നിർവചനം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ ജോൺ ലോക്ക് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ദെൻ അടുത്ത ഒരു 3 ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയയാണ് അന്തരീക്ഷ പാളികൾ. നിങ്ങളുടെ ഘട്ടത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അന്തരീക്ഷ പാളികൾ ഒരു ചോദ്യം നിങ്ങൾക്ക് മിക്കവാറും ഉറപ്പിക്കാം. ദെൻ ഫിസിക്സിൽ സ്ഥിതികോർജവും ഗതികോർജവും, ഈ ഒരു ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചത്. സ്ഥിതികോർജം, ഗതികോർജം. ഓക്കെ, അതൊന്ന് നോക്കി വെക്കുക, ആ ടോപ്പിക്ക് നന്നായിട്ട് നോക്കുക. പിന്നെ പ്രകാശം എന്നുള്ള ടോപ്പിക്കാണ്. അവിടെ തന്നെ പ്രകാശ പ്രതിഭാസങ്ങളെക്കുറിച്ചായിരുന്നു 2 ചോദ്യവും. പിന്നെ R=2F ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, സിമ്പിൾ അല്ലേ, എല്ലാവർക്കും അറിയുന്നതാണ് R=2F. അതും അങ്ങനെ 3 ചോദ്യങ്ങളാണ് പ്രകാശത്തിൽ നിന്ന് വന്നത്. ദെൻ വരികൾ, എഴുത്തുകാർ, സാഹിത്യത്തിലെ വരികളും പ്രധാന വരികളും എഴുത്തുകാരും. അത് ചില ജില്ലകളിലുള്ളതൊക്കെ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ പഠിച്ചു വെക്കുന്ന സാധനമാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും പുതിയ അല്ലേ എഴുത്തുകാരുടെ ചില നമ്മൾ ആരും വായിച്ചിട്ടില്ലാത്ത ചില ഗ്രന്ഥങ്ങളിലെ വരികളൊക്കെയാണ്. അതൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിട്ടില്ല. ഓക്കെ, പിന്നെ 3 ചോദ്യം വന്ന ഏരിയ ജീവിതശൈലി രോഗങ്ങളാണ്. അവിടെ തന്നെ പ്രമേഹത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ടൈപ്പ് 1, ടൈപ്പ് 2 എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നല്ല രീതിയിൽ നോക്കി വെക്കുക കേട്ടോ. പിന്നെ ദുരന്ത നിവാരണം, ദുരന്ത നിവാരണ അതോറിറ്റി എന്നാണ് നിങ്ങൾ സിലബസ് കൊടുത്തത്. പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചും ദുരന്ത നിവാരണ സംവിധാനങ്ങളെക്കുറിച്ചും ഒക്കെ, മറ്റ് സംവിധാനങ്ങളെക്കുറിച്ചും അതിന് ആ മുന്നറിയിപ്പിനെക്കുറിച്ചും അതിനുപയോഗിക്കുന്ന നിറങ്ങളെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരാം. ഓക്കെ, ദെൻ വിറ്റാമിനുകളും ധാതുക്കളും സാധാരണഗതിയിൽ 4 ഘട്ടം വരികയാണെങ്കിൽ അവിടെ 5ഓ 6ഓ ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. പക്ഷേ 3 ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. അതിൽ തന്നെ വൈറ്റമിൻസിനെ കുറിച്ച് ഒരു ചോദ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ധാതുക്കൾ 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ധാതുക്കളെക്കുറിച്ചുള്ള ചോദ്യം 2 തവണ വന്നു. സ്ഥൂലധാതുക്കൾ എന്നുള്ള പെടാത്തത് എന്നുള്ളൊരു ചോദ്യം വന്നു. അതേപോലെ ഓസ്റ്റിയോപോറോസിന് കാരണമാകുന്നത് കാൽസ്യം, ആ ചോദ്യം വന്നു. ദെൻ ഹാർഡ്വെയർ മൊഡ്യൂൾ 1 കമ്പ്യൂട്ടറിൻ്റെ മൊഡ്യൂൾ 1 ഹാർഡ്വെയർ എന്നുള്ളത്, അതിൽ എത്ര ചോദ്യങ്ങൾ? 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ ഇൻ്റർനെറ്റ് മൊഡ്യൂൾ 4. ദെൻ മൊഡ്യൂൾ 5 ഏതാണ്? സൈബർ ക്രൈം. അവിടെ നിന്നൊക്കെ 3 ചോദ്യങ്ങൾ വീതമാണ് വന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ, ഏതാണ്? സോഫ്റ്റ്വെയർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ച്. ഇനി 2 ചോദ്യങ്ങൾ വന്ന കുറേ ഏരിയകളുണ്ട്, ഒരു ചോദ്യം വന്ന ഏരിയ ഉണ്ട്. അത് പിന്നെ പറയുന്ന കാര്യമില്ല, എന്താണ് ആവർത്തിക്കണമെന്നില്ല. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യുക, ആ ടോപ്പിക്കൊക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇനിയുള്ള ഘട്ടക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ മാർക്ക് നേടിയെടുക്കാൻ പറ്റും. അത് റാങ്ക് ലിസ്റ്റിന് പുറത്ത് നിൽക്കേണ്ട നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൻ്റെ ഉള്ളിൽ കയറ്റാനും, റാങ്ക് ലിസ്റ്റിൻ്റെ അറ്റത്ത് കിടക്കേണ്ട നിങ്ങളെ റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യ റാങ്കുകളിലേക്ക് കയറ്റാനും ഒക്കെ സഹായിച്ചേക്കാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഇതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എൻട്രിയിൽ നമ്മൾ ബ്ലൂ പ്രിൻ്റ് റിവിഷൻ ക്ലാസ്സുകളൊക്കെ കൊടുത്താണ്. ബ്ലൂ പ്രിൻറ്റിലൊക്കെ കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഈ 4 ഘട്ടങ്ങളിൽ വന്നിട്ടുള്ള ആ ഒരു സാധനങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ബ്ലൂ പ്രിൻ്റ് ആ റിവിഷൻ ക്ലാസ്സുകൾ കണ്ട ആളുകൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പം ഇനിയുള്ള ഘട്ടക്കാർക്കും നല്ല രീതിയിൽ തന്നെ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്.